രഹസ്യാന്വേഷണ ഏജൻസികളുടെ പുതിയ കണ്ടെത്തലുകൾ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ശേഷി തകർത്തുവെന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദങ്ങളെ പാടെ തള്ളിക്കളയുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ 30 മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ഇറാൻ പുനഃസ്ഥാപിച്ചുവെന്ന് അമേരിക്കൻ ഇന്റലിജൻസിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന നിരന്തരമായ വ്യോമാക്രമണങ്ങളിലൂടെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നുവെന്നായിരുന്നു വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ. എന്നാൽ ഈ അവകാശവാദങ്ങൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമായിരുന്നുവെന്നും യാഥാർത്ഥ്യം മറിച്ചാണെന്നും പുതിയ ക്ലാസിഫൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധവിരാമത്തിന് പിന്നാലെ അതിവേഗത്തിലാണ് ഇറാൻ തങ്ങളുടെ സൈനിക അടിത്തറകൾ പുനർനിർമ്മിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സാന്നിധ്യം ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ മേഖലയിലുള്ള മിസൈൽ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമായതോടെ കടലിടുക്കിനു മേലുള്ള തങ്ങളുടെ നിയന്ത്രണം ഇറാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. തങ്ങളെ സൈനികമായി തളർത്താൻ ആർക്കും കഴിയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. ട്രംപ് ഭരണകൂടം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നത് ഇറാന്റെ മിസൈൽ ശേഖരം ഛിന്നഭിന്നമായി എന്നാണ്. എന്നാൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പുതിയ വിലയിരുത്തൽ പ്രകാരം ഇറാന്റെ ആകെ മിസൈൽ ശേഖരത്തിന്റെ 70% ഇപ്പോഴും സുരക്ഷിതമാണ് എന്നാണ്. ഇത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നതിന്റെ വലിയ തെളിവായി മാറുന്നു. ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മിസൈൽ നഗരങ്ങൾ ആക്രമണങ്ങളിൽ നിന്ന് വലിയ തോതിൽ രക്ഷപ്പെട്ടു എന്നത് സൈനിക വിദഗ്ധരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ പലതും ഇപ്പോൾ പൂർണ്ണമായോ ഭാഗികമായോ പ്രവർത്തന സജ്ജമാണ്. അത്യാധുനിക ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾ ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിനു മറുപടിയായി ഇറാൻ നടത്തിയ ബൃഹത്തായ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യങ്ങളെയും വിറപ്പിച്ചിരുന്നു. ഈ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഇത്ര വേഗത്തിൽ തിരിച്ചു വരുമെന്ന് പെന്റഗൺ പ്രതീക്ഷിച്ചിരുന്നില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനുള്ളിലെ ഭിന്നതകളും ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നുണ്ട്. ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അനുസൃതമായ റിപ്പോർട്ടുകളല്ല യഥാർത്ഥത്തിൽ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഇറാന്റെ സൈനിക കരുത്തിനെ കുറച്ചു കാണുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് പല ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ നഗരങ്ങളിലേക്ക് എത്താൻ മിനിറ്റുകൾ മതിയാകും എന്ന തിരിച്ചറിവ് അവരെ കൂടുതൽ ജാഗരൂകരാക്കുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണോ എന്ന ചോദ്യവും ഇസ്രായേലി രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ മിസൈൽ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചത് കേവലം ഒരു പ്രതിരോധ നീക്കമല്ല, മറിച്ച് തങ്ങൾക്കെതിരെ വീണ്ടും നീക്കമുണ്ടായാൽ ആഗോള ഇന്ധന വിതരണം തടസ്സപ്പെടുത്താൻ മടിക്കില്ലെന്ന ഭീഷണി കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ശക്തികളുടെ പിന്തുണ ഇറാന് പിന്നിലുണ്ടോ എന്ന കാര്യവും അമേരിക്ക പരിശോധിക്കുന്നുണ്ട്. ഇറാന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മികവിനെയാണ് ഈ ദ്രുതഗതിയിലുള്ള പുനർനിർമ്മാണം കാണിക്കുന്നത്. ആക്രമണങ്ങൾക്കിടയിലും തങ്ങളുടെ സാങ്കേതിക വിദ്യയും നിർമ്മാണ സംവിധാനങ്ങളും സുരക്ഷിതമായി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ എങ്ങനെ ഇത്രയും വലിയ മിസൈൽ ശേഖരം നിർമ്മിച്ചുവെന്നത് ഇപ്പോഴും വലിയൊരു നിഗൂഢതയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഈ റിപ്പോർട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ട്രംപിന്റെ വിദേശ നയം പരാജയമായിരുന്നുവെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഇത് ഉപയോഗിക്കും. ഇറാന്റെ കാര്യത്തിൽ സ്വീകരിച്ച കടുത്ത നിലപാടുകൾ ഫലപ്രദമായില്ലെന്നും പകരം അതവരെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്തതെന്നും വിമർശകർ വാദിക്കുന്നു. ഇറാന്റെ തിരിച്ചുവരവ് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും ബാധിക്കും. ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണോ അതോ അമേരിക്കയോടൊപ്പം നിൽക്കണോ എന്ന ആശയക്കുഴപ്പം പല രാജ്യങ്ങൾക്കുമുണ്ട്. അമേരിക്കയുടെ സൈനിക മുൻതൂക്കം ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ രാജ്യങ്ങളുടെ സുരക്ഷാ നയങ്ങളിലും മാറ്റം വരുത്തിയേക്കാം. യുദ്ധവിരാമ കരാറിനു ശേഷം സൈനികമായി പിന്മാറുന്നതിന് പകരം ഇറാൻ കൂടുതൽ ശക്തമാവുകയായിരുന്നു. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ തങ്ങളുടെ മിസൈൽ പാടങ്ങൾ സജീവമാക്കി നിർത്താൻ ഇറാൻ ഭരണകൂടം കാണിച്ച തന്ത്രം വിജയിച്ചുവെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഇറാനിലെ പരമോന്നത നേതാക്കളുടെയും സൈനിക കമാൻഡർമാരുടെയും നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത്.
അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അത്യാധുനിക ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇതിനോടകം തന്നെ ഹോർമൂസ് മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റം പാശ്ചാത്യ രാജ്യങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ ആഴക്കടൽ മേഖലകളിലെ ഈ മുന്നേറ്റം ഇന്ധനവിലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ 30% ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന ഈ പാതയിൽ എപ്പോൾ വേണമെങ്കിലും സ്തംഭനമുണ്ടാക്കാൻ ഇറാന്റെ ഈ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സാധിക്കും. ഇത് ആഗോള വിപണിയിൽ വലിയൊരു ഭീഷണി തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ സൈനിക ഫാക്ടറികൾ പലതും രാപ്പകൽ ജോലി ചെയ്താണ് നഷ്ടപ്പെട്ട മിസൈലുകൾക്ക് പകരമായി പുതിയവ നിർമ്മിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച സാങ്കേതിക വിദ്യ ആയതിനാൽ പുറത്തു നിന്നുള്ള സഹായമില്ലാതെ തന്നെ അവർക്ക് മുന്നേറാൻ കഴിയുന്നു. ഈ സ്വയം പര്യാപ്തതയാണ് ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത്. വാഷിംഗ്ടണിലെ വിദേശനയ വിദഗ്ധർ ഇപ്പോൾ പുതിയൊരു പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ഇറാനെ ഉപരോധം കൊണ്ട് തളർത്താൻ കഴിയില്ലെന്നും സൈനികമായി തകർക്കുന്നത് അസാധ്യമാണെന്നും തിരിച്ചറിഞ്ഞതോടെ പുതിയൊരു നയം രൂപീകരിക്കേണ്ടി വരും. ട്രംപിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞതോടെ അമേരിക്കൻ ഇന്റലിജൻസിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാൻ ഒരിക്കലും തങ്ങളുടെ മിസൈൽ പദ്ധതികളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാണ്. പ്രബലമായ ഒരു പ്രാദേശിക ശക്തിയായി തുടരാൻ മിസൈലുകൾ അനിവാര്യമാണെന്ന് അവർ കരുതുന്നു. അമേരിക്കയും ഇസ്രയേലും എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും തങ്ങളുടെ സൈനിക അടിത്തറകൾ അവർ സംരക്ഷിക്കുമെന്ന് ഉറപ്പായി. ഈ പുതിയ കണ്ടെത്തലുകൾ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധസാധ്യത നിലനിർത്തുന്നുണ്ട്. ഇറാന്റെ ശക്തി വർദ്ധിക്കുന്നത് തടയാൻ ഇസ്രയേൽ കൂടുതൽ കടുത്ത നടപടികൾ എടുത്തേക്കാം. എന്നാൽ അത്തരമൊരു നീക്കം ഇറാന്റെ ശക്തമായ മിസൈൽ പ്രത്യാക്രമണത്തിന് വഴിവെക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇറാന്റെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള അമേരിക്കൻ സങ്കല്പങ്ങൾ വെറും മിഥ്യയായിരുന്നുവെന്ന് പുതിയ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. ഹോർമൂസിലെ മിസൈൽ കേന്ദ്രങ്ങളുടെ തിരിച്ചുവരവ് ഇറാന്റെ സൈനിക വിജയമായി ലോകം കാണുന്നു. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സൈനിക ചലനങ്ങൾ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയായിരിക്കും നിരീക്ഷിക്കുക.